അവളുടെ തല വെടിച്ച് വെടിപ്പാക്കാൻ എനിക്ക് ഈ തലപ്പാവ് വെക്കേണ്ടി വന്നല്ലോ. എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല, സർദാർജിയുടെ വേഷം എനിക്ക് നല്ലപോലെ ചേരുന്നുണ്ടല്ലേ. ഈ വേഷം എനിക്ക് ചേരുന്നുണ്ടോ? എന്റെ ഏട്ടത്തി അടിപൊളിയല്ലേ. പറയാതിരിക്കാൻ വയ്യ. ഏട്ടത്തിയുടെ ഈ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, വേറെ ലെവലാ, ഗംഭീരായിരിക്കുന്നു. മിഥുനേട്ടൻ കണ്ടാ പോലും എന്റെ ഏട്ടത്തിയെ തിരിച്ചറിയാൻ പറ്റില്ല. നമ്മളെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ കൊണ്ടുവന്ന ഫേക്ക് ക്യാഷും ഫേക്ക് ഡോക്യുമെന്റും കണ്ടുപിടിച്ചാലോ? കണ്ടുപിടിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു കൺകെട്ട് വിദ്യ പ്രയോഗിക്കണം. എന്റെ മേഘനടുത്തി, എന്റെ താടിയും ദേഹവും ഒക്കെ ഇപ്പൊ തന്നെ വേർക്കാൻ തുടങ്ങി ഏട്ടത്തി. നീ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങി എങ്ങനെയാ വിവേക്? അവര് പിടികൂടാതിരിക്കണമെങ്കിൽ കുറച്ച് ബലം പിടിച്ച് വടി പോലെ നിക്ക്. ഓക്കെ ഏട്ടത്തി, ഇനി വിവേക് ധീരശൂര പരാക്രമിയായി ഏട്ടത്തിയുടെ കൂടെ ഉണ്ടാകും. കമാൺ. പ്രിയ, നിങ്ങളാണോ? അതെ. മേഡവും സർദാർജി നിങ്ങളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക്സ്. വരൂ. മേഘനടുത്തി, അവര് വന്നു തോന്നുന്നു. എന്റെ തൊണ്ടയൊക്കെ വരണ്ടു. ധീരശൂര പരാക്രമി എന്ന് പറഞ്ഞിട്ട് കാറ്റ് പോയ ബലൂൺ പോലെ ആയല്ലോ. ഇല്ലല്ല, ഐ ക്യാൻ മാനേജ്. അയ്യോ, आओ आओ प्रिया जी, आपके साथ ये कौन है? ഇദ്ദേഹം എന്റെ ബോയ്ഫ്രണ്ടാ. ഓ ഈഷ്, ബാഗ് ചുമക്കാൻ ബോയ്ഫ്രണ്ടിനെ കൊണ്ടുവന്നു. कोई बात नहीं, आओ जी अंदर आओ. आइए बहन जी, बैठिए. നമ്മള് പരിചയപ്പെട്ടില്ലല്ലോ. ഞാനാണ് കബീർ സിംഗ്. ദീദി കമലാ സിംഗ്. നമസ്കാരം മേഡം. നമസ്കാരം. ഇനി പറയൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ മിഥുൻ സമാധാനായിട്ട് ഉറങ്ങരുത്. എന്നുവെച്ചാ നീ കൊടുത്ത കേസ് കൊണ്ട് മിഥുൻ കാ ജീവിതം ഖതം കർണാ പടേഗാ. ഇനി ഈ ജന്മത്തിൽ അവൻ ഉസ് ജയിൽ മേന്ന് പുറത്തു വരാൻ പാടില്ല. അങ്ങനെ സംഭവ് കർണാ ഹേ, നിന്റെ കേസിൽ നീ വിജയ് കർണാ ഹേ. उसके लिए तुमको ഒരു ചാക്ക് പണം ഞാൻ തരും. ഞങ്ങളുടെ ഹോട്ടൽസിൽ ഒരു ഹോട്ടൽ തുമാറി നാം എഴുതി തരാം. പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ആ കേസിൽ തും വിജയിച്ചാൽ ഈ പൈസ മൊത്തം തുമാരേലിയെ. ഇതിൽ എത്രയുണ്ട്? ഒരു ജീവിതകാലം സുഖമായിട്ട് ജീവിക്കാൻ മാത്രം. കോടികൾ ഹേ. क्या हुआ प्रिया? मेरे दीदी के അങ്ങനെ നോക്കുന്നേ? ഞാൻ ഇവരെ ഇതിനു മുമ്പ് എവിടെയൊക്കെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ശരിയാണ്, തും ദേഖാ ഹോഗാ. മേരാ ദീദി കിത്തന ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടാകും. അല്ല, അങ്ങനൊന്നുമല്ല. ഇവരെ ഞാൻ പേഴ്സണലായിട്ട് നേർക്ക് നേരെ എവിടെയൊക്കെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈശ്വര, ഇവളെന്നെ കണ്ടുപിടിച്ചോ? എവിടെ വെച്ചാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
कबीर सिंह, डील करना आया है, ये कुछ वर्तमानम करना है। मेरी को ये इष्टम नहीं है, डील कैंसिल करना है। इतना गुस्सा വേണ്ട मेरे दीदी, मैं तो വർത്തമാനം करना है। ഇതുപോലൊരു അവസരം നമുക്കും കിട്ടില്ല, ഇത്രയും ബിഗ് ഓഫർ അവർക്കും കിട്ടില്ല। दीदी थोड़ा समय वाय മൂടിയിരിക്കൂ, मैंने प्रिया तो डील सेट करना है। क्या प्रिया, क्या बोलती है? ഞങ്ങൾ രണ്ടുപേരും പേഴ്സണൽ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തോട്ടെ. बड़ी दीदी 5 मिनट समय देता है, ऑफर तो बहुत बड़ा है ना, आलोचना करना है। हाँ प्रिया, आप दोनों पोई है डिस्कस करना है। ആ ഹലോ, യാ ഞാൻ മഞ്ജരി തന്നെ സംസാരിക്കുന്നേ. ഓ, ആ പ്രൊജക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇതുവരെ അയച്ചില്ലായിരുന്നോ? ദേ ഇപ്പൊ തന്നെ അയക്കാം. ഓക്കെ, ബൈ. രണ്ടെണ്ണം മൂലയ്ക്ക് മാറി എന്താ ഈ മുക്കും മൂളും ചെയ്യുന്നേ? മഞ്ജരി പറയ്. വിവേക്, നീ പെട്ടെന്ന് ആ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് ദുവ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് അവരുടെ MD ക്ക് ഉടനെ മെയിൽ ചെയ്യണം. ഇപ്പൊ എന്റെ കയ്യിൽ ലാപ്ടോപ്പ് ഇല്ല മഞ്ജരി. അതെന്താ ലാപ്ടോപ്പ് ഇല്ലാത്തെ? ആ ഡീറ്റെയിൽസ് എല്ലാം നിന്റെ ലാപ്പിലല്ലേ ഉള്ളത്, നിനക്ക് മാത്രമേ അത് മെയിൽ ചെയ്യാൻ പറ്റൂ. ഐ നോ, ബട്ട് റൈറ്റ് നൗ ഐ കാൻറ്റ് സെൻഡ് ഇറ്റ്. അല്ല, നീ ഇപ്പൊ എവിടെയാ? ഞാനും മേഘനടത്തിയും ആ പ്രിയയെ പിടിക്കാൻ വേണ്ടി ഗസ്റ്റ് ഹൗസിലേക്ക് വന്നതാ. എന്ത്? പ്രിയയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ മേഘനടത്തി ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാനുമായിട്ട് പ്രിയെ ട്രാപ്പ് ചെയ്ത് സത്യം പറയിക്കാൻ നോക്കുക. ആർ യു മാഡ്? ആ മേഘനയുടെ തലയ്ക്ക് സുഖമില്ലാന്നറിയാം. നിനക്ക് എന്താടാ പറ്റിയത്? ആ പ്രിയെ പിടിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ലടാ. പകരം പ്രിയ അവളുടെ പ്ലാനിൽ നിങ്ങളെ കുരുക്കും. നിങ്ങൾ മിഥുന്റെ ജീവിതം ലോക്കപ്പിൽ തന്നെ എന്നേക്കുമായി തളച്ചിടാൻ നോക്കുകയാണോ? ശ്ശേ. ഞാനിപ്പോ ഇത് മഞ്ജരിയോട് പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഓ ഏട്ടത്തി, ഒരു തെറ്റുപറ്റി പോയി ഏട്ടത്തി. എന്താ പറ്റിയത്? നമ്മൾ പ്രിയയെ പിടിക്കാൻ വേണ്ടി വന്നാണെന്ന് അറിയാതെ ഞാൻ മഞ്ജരിയോട് പറഞ്ഞുപോയി. അവള് വീട്ടിലുള്ളവരോട് പറഞ്ഞ ഇപ്പൊ നമ്മൾ മാത്രം അറിഞ്ഞ ഈ കാര്യം നാട്ടുകാർ മുഴുവൻ അറിയില്ലേ? നമ്മുടെ പ്ലാൻ കോളമായി മേഘനടത്തി. തൽക്കാലം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം. ഏട്ടത്തിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്ക്. അല്ലെങ്കിൽ ഫോൺ ചെയ്ത് അവള് നമ്മളെ രണ്ടുപേരെയും കൊല്ലാക്കൊല ചെയ്യും. നീ പേടിക്കണ്ട വിവേക്, ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും വിട്ടുകൊടുക്കില്ല. സത്യം പുറത്തു കൊണ്ടുവരാതെ പിന്മാറുകയില്ല. വന്ന കാര്യം നേടിയിട്ട് മാത്രമേ ഇനി ഇവിടുന്ന് നമ്മൾ പോവൂ. നീ ഒന്നും ആലോചിച്ച് പേടിക്കാതെ എന്റെ കൂടെ നിന്നാ മാത്രം മതി. ആന്റി, ആന്റി, എന്തു പറ്റി മഞ്ജരി? ആ മേഘനെ ഇവിടെ കയറ്റി താമസിപ്പിച്ച നിങ്ങളെ പറഞ്ഞാ മതിയല്ലോ. നീ എന്താ ഈ പറയുന്നേ? ഓൾറെഡി ആ പ്രിയെ പിടിക്കാനാണെന്ന് പറഞ്ഞു പോയിട്ട് നാണം കെട്ട് തിരിച്ചു വന്നതല്ലേ അവള്. ഇന്നിപ്പോ അതും പോരാഞ്ഞിട്ടായിരിക്കും വീണ്ടും അവള് പ്രിയയുടെ അടുത്ത് പോയിരിക്കുന്നത്. എന്ത്? വീണ്ടും പ്രിയയുടെ അടുത്തേക്ക് പോയെന്നോ? അതെ ആന്റി, പ്രിയെ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിപ്പിച്ച് അവൾ സംസാരിച്ചോണ്ടിരിക്കുക. വിവേക ഇപ്പൊ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞു. വിവേകോ? വിവേക് എങ്ങനെ ഈ കാര്യം അറിഞ്ഞ്? വിവേകിനെ പറഞ്ഞ് പാട്ടിലാക്കി അവൾ അവനെയും കൂടെ കൊണ്ടുപോയിരിക്കുക ആന്റി. ഷോ, ഇനി വിവേകിനെ പിടിച്ച് അകത്തിടാതെ അവൾ അടങ്ങില്ലേ? ഓൾറെഡി പ്രിയയുടെ അടുത്തുനിന്ന് കിട്ടിയതൊന്നും പോരെ ഈ പെണ്ണിന്. എന്തിനാ വിവേക് വിളി കാണിക്കുന്നേ? ആരോട് ചോദിച്ചിട്ട് അവള് പോയേ? അവളുടെ പട്ടിക്കാട്ടിലെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിന്റെ ബുദ്ധി അവിടെ കാണിക്കാൻ വേണ്ടി പോയതാവും. നിഷ്കളങ്കത മനസ്സിലാക്കാൻ പറ്റും.
എന്നും പറഞ്ഞിങ്ങനെ പൊട്ടത്തരം മാത്രം കാണിച്ചാൽ എങ്ങനെയാ? കിട്ടിയതൊന്നും പോരാഞ്ഞിട്ടാണോ അവൾക്ക്? ഇനി എന്തൊക്കെയാണോ അവള് വരുത്തി വെക്കാൻ പോകുന്നത്? നീ ഇങ്ങനെ കിടന്ന് പിടയ്ക്കല്ലേ. നമുക്ക് ഫോൺ ചെയ്ത് അവളോട് കാര്യം അന്വേഷിക്കാം. നോട്ട് പോസിബിൾ അങ്കിൾ. രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫാ. ജയേട്ടാ, മേഘനയുടെ ഈ പ്രകൃതം നമ്മുടെ കുടുംബത്തെ തകർക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. മിഥുന്റെ ജീവിതം ഇനി എന്നേക്കുമായിട്ടും ആ ജയിലിൽ തന്നെ സമാധിയാക്കാനാണ് ഇവളുടെ പ്ലാൻ. മിഥുന്റെ ദോഷത്തിന് കവചമായിട്ടാ നമ്മൾ അവളെ കൊണ്ടുവന്ന്. എന്നിട്ടിപ്പോ അവള് കാരണം മിഥുന്റെ ജീവിതം തന്നെ ഇല്ലാണ്ടാവും എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് മേഘനേനെ വിവേകിനെ അവിടെ നിന്ന് വിളിച്ചോണ്ട് വാ ജയേട്ടാ. രണ്ടുപേരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നല്ലേ മഞ്ജരി പറഞ്ഞേ? ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താൽ എന്താ? സ്ഥലം എവിടെയാണെന്ന് നമുക്കറിയാലോ. നമ്മുടെ ഗസ്റ്റ് ഹൗസിലല്ല മീറ്റിംഗ് ഒരുക്കിയിരിക്കുന്നത്. ജയേട്ടാ, ഒന്ന് പെട്ടെന്ന് ചെല്ല്. മേഘന കാരണം യാതൊരു ഉപദ്രവം ഇല്ലാതിരിക്കാൻ ജയേട്ടൻ വേണം നോക്കാൻ. ശരി അരുണിമേ, കൺട്രോൾ യുവർ സെൽഫ്. ഞാൻ ചെന്നവരെ വിളിച്ചോണ്ട് വരാം. ആ മേഘനെ നേരെ ഇങ്ങോട്ട് തന്നെ വിളിച്ചോണ്ട് വരണം. ചെയ്ത പൊട്ടത്തരത്തിന് അവളുടെ കൊരണക്കുറ്റി ഞാൻ അടിച്ചു പൊളിക്കും. ഓ, നീ ഒന്ന് പേടിക്കാതിരിക്കുക അരുണിമേ. ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നോളാം. എന്നിട്ട് സാവകാശം തീരുമാനിക്കാം. ഏട്ടാ, മതി പറഞ്ഞതൊന്ന് ചെന്ന് വിളിച്ചോണ്ട് വാ പ്ലീസ്. ശരി, ഞാൻ പോവാ. കൂൾ ഡൗൺ. യു ഡോണ്ട് വറി. ഞാൻ അഡ്വക്കേറ്റിനോട് സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാന്നും പറഞ്ഞിട്ടുണ്ട്. മിഥുൻ ഒന്നും സംഭവിക്കില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. നീ ധൈര്യമായിട്ട് ഇരിക്കും മിഥുൻ. എക്സ്ക്യൂസ് മീ, പറഞ്ഞോളൂ. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമായിരുന്നു. ഇപ്പൊ കൊണ്ടുവരാം. മിഥുൻ സാറ് ഭാഗ്യമുള്ള ആളാ. അതെന്താ? സാറിന് ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്ന ഭാര്യയല്ലേ കിട്ടിയിരിക്കുന്നത്. അവരുടെ സംസാരവും പെരുമാറ്റവും കണ്ടാലറിയാം അവർക്ക് സാറിന് ജീവനാണെന്ന്. സാറ് കൂടെയില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പോലും പറ്റില്ല. സാധാരണ പെണ്ണുങ്ങള് കഴുത്തി കിടക്കുന്ന താലി തരുന്ന സുരക്ഷയോർത്ത ഭർത്താവിനെ സ്നേഹിക്കുന്നത്. എന്നാ സ്വന്തം ശ്വാസം പോലും ഭർത്താവാണെന്ന് ചിന്തിക്കുന്നവര് വളരെ കുറവാണ് സർ. ആ കുറച്ചു പേരിൽ ഒരാളാ സാറിന്റെ ഭാര്യയായ മേഘന മാഡം. ഞാൻ പറഞ്ഞത് അവിവേകമാണെങ്കിൽ എന്നോട് പൊറുക്കണം സർ. ഈ ലോകം മൊത്തം മിഥുനേട്ടനെതിരെ തിരിഞ്ഞാലും ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കില്ല. എന്റെ മിഥുനേട്ടൻ നല്ലവനാ. എന്റെ മനസ്സിൽ ഇദ്ദേഹത്തോട് നിറഞ്ഞ ബഹുമാനമാണ്. ഇദ്ദേഹത്തിന് ഒരിക്കലും തെറ്റ് ചെയ്യാനാവില്ല. തീരം തേടും കാറ്റിന്റെ കയ്യിൽ ചായുന്നുമെല്ലേ പെണ്ണേ, പോവാം ദൂരെ ഈരാവിൻ മിഥുനേട്ടന് ഒന്നും സംഭവിക്കില്ല. എന്റെ മനസ്സ് പറയുന്നുണ്ട്. മേഘനെ, നിന്നെ എന്നെയും അകറ്റി നിർത്താൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിലും വേഗത്തിൽ നീ എന്നോട് അടുക്കുമ്പോൾ എനിക്ക് പേടിയാവാണ്. എന്നോട് നിനക്ക് ഇത്രയേറെ സ്നേഹം തോന്നാൻ ഞാൻ തന്നെ കാരണമായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്ക്. ദയവ് ചെയ്ത് നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കാതിരിക്കെ. നമുക്കൊരിക്കലും ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവില്ല.
അതുറപ്പാ. എന്താ മേഘനടുത്ത് ഇവര് വരാത്തെ? ഇത്രയും വലിയ ഡീൽ ഓഫർ ചെയ്തിട്ടും ഇതിന് മാത്രം എന്ത് ഡിസ്കസ് ചെയ്യാനാ? ഇവര് സമ്മതിക്കും ഏട്ടത്തി. പണത്തിനോട് അത്യാർത്ഥിയുള്ള കൂട്ടരാ വിവേക്. ആ അത്യാർത്ഥി തന്നെ കള്ളന്മാരെ പിടികൂടാൻ നമ്മളെ സഹായിക്കും. നീ ധൈര്യമായിരിക്കെ. വന്നവരൊക്കെ പറയും, നോക്കിക്കോ. അതും ശരിയാ, പറയണമല്ലോ. എന്നാലല്ലേ നമുക്ക് സത്യം പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? ഇതെങ്ങനെ ഇവിടെ എത്തി? നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുന്നു. വല്ലിച്ച, ഞാനാ വല്ലിച്ച വിവേക്. ഇത് ഞാനാണച്ച, അച്ഛന്റെ മരുമോള് മേഘന. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ആ താടി മീശേ ഈ വേഷമൊക്കെ എന്തോന്നാ? എന്ത് നാടകമാടാ ഇത്? അയ്യോ മിണ്ടല്ലേ അച്ഛ, പ്രിയയെ കുറിച്ചുള്ള സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇത്. മുള്ളിനെ മുള്ളുകൊണ്ടല്ലേ എടുക്കാൻ കഴിയൂ അച്ഛ. അതുകൊണ്ടാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേഷം കിട്ടേണ്ടി വന്നത്. വേഷം കെട്ടുന്നവർക്കൊക്കെ ഇത് എളുപ്പമായിരിക്കും. പക്ഷെ നമുക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? മേഘന ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനാ? അങ്ങനെ പറയല്ലേ അച്ഛ. നമുക്ക് മിഥുനേട്ടനെ രക്ഷിക്കണ്ടേ? ആ പ്രിയയെ കൊണ്ട് തന്നെ സത്യം പറയിക്കണം. എന്നാലേ മിഥുനേട്ടനെ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. ഈ പ്രാവശ്യം ഇതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? എന്റെ മേഘനെ, നീ ഈ ചെയ്യുന്ന ഒന്നും ശരിയല്ലെന്നാ എന്റെ മനസ്സും പറയുന്നേ. അല്ല, നിങ്ങൾ വന്നേ, വരാനാ പറഞ്ഞത്. അയ്യോ അങ്ങനെ പറയില്ലേ അച്ഛ. അവസാനായിട്ട് ഞാൻ ഒന്ന് ശ്രമിച്ചോട്ടെ. ആ പ്രിയയെ കൊണ്ട് ഞാൻ സത്യം പറയിക്കൂ അച്ഛ. ഈ ഒരു തവണത്തേക്ക് എന്നെ ഒന്ന് വിശ്വസിക്ക്. വിശ്വസിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഒന്ന് താളം തെറ്റിയാ മിഥുന്റെ ജീവിതം തകർന്ന് തരിപ്പണമാകും. മിഥുനേട്ടന്റെ ജീവിതം തകർന്നു പോയാ പിന്നെ ഞാനുണ്ടാവൂ അച്ഛ. കുറച്ചു നേരം കൂടി ഒന്ന് ക്ഷമിക്കച്ച. ഞങ്ങൾ പ്രിയയ്ക്ക് വേണ്ടി വിരിച്ച വലയിൽ ഏകദേശം അവള് വീണ മട്ട് തന്നെയാ. കുറച്ചു നേരത്തേക്ക് അച്ഛൻ ഇവിടെ നിന്ന് മാറി നിൽക്കണം. അതുകൊണ്ടല്ല മോളെ, ഞാൻ പറയുന്ന കേക്ക്. ഇതുവരെ നടന്നത് എന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഇനി വല്ലോ സംഭവിക്കുമെന്നായി എന്റെ പേടി. അയ്യോ അച്ഛ, പ്രിയയും ബോയ്ഫ്രണ്ടും ഏകദേശം സത്യം പറയുന്നുള്ള അവസ്ഥയിൽ എത്തിയിരിക്കാം. ഈ സമയത്ത് അച്ഛനായിട്ട് ഇതൊന്നും കൊളാക്കാതിരുന്നാ മതി. ഞാൻ വേണമെങ്കിൽ അച്ഛന്റെ കാല് പിടിക്കാം. അച്ഛൻ ഇങ്ങ് വന്നേ. അല്ല മേഘനെ, ഇങ്ങോട്ട് വാ. ഞാൻ പറയുന്നത് കേക്ക്. തൽക്കാലം അച്ഛൻ പുറത്തേക്ക് വരണ്ട. ഞാൻ വിളിക്കുമ്പോ മാത്രം പുറത്തേക്ക് വന്നാ മതി. എങ്കിൽ ശരി മേഘനെ, നിനക്ക് ഞാനൊരു 15 മിനിറ്റ് സമയം തരാം. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനോടകം ചെയ്തു. ആ മതി അച്ഛ, അത് മതി. അച്ഛൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഇവിടെ തന്നെ ഇരുന്നോ. വിവേക്, നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുത്തോ? അതോ ഇപ്പോഴും കയ്യാളപ്പുറത്തെ തേങ്ങ പോലെയാണോ? അങ്ങനെയൊന്നുമില്ല മാഡം, ഞങ്ങൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. ഈ ഡീൽ ഞങ്ങൾക്ക് ഓക്കെയാ. നല്ല ഡിസിഷനാണ് എടുത്തത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞ ആ ഹോട്ടലിന്റെ ഡോക്യുമെന്റ്സ് ഞങ്ങളൊന്ന് ചെക്ക് ചെയ്തോട്ടെ. ചെക്ക് करना है तो करना ही चाहिए. അത് ഇനി തൊട്ട് നിങ്ങളുടെ ഹോട്ടലല്ലേ, എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടോന്ന് देखना भी है. बस करो. इतना बड़ी ऑफर पुष्पम बोले स्वीकरिക്കണം है. ये क्या है सिंह? उसको संशय है क्या? खबर सिंह, डील कैंसिल करना है.
അയ്യോ അങ്ങനെയല്ല മാഡം. तुमको मेरे टाइम वेस्ट करना है, अभी टाइम नहीं है. मेरे का बहुत वेरे पनी है भाई. खबर सिंह डील कैंसिल करना है. नहीं दीदी, ഒരു മിനിറ്റ് വെയിറ്റ് करना है. അവർക്കും ചാൻസ് വിടണമെന്ന് नहीं आशा है. उसके भी ऑलमोस्ट ओके है. क्यों? क्या बोलती तुम प्रिया? യാ ഞങ്ങൾക്ക് ഈ ഡീൽ ഓക്കെയാ, നോ പ്രോബ്ലം. എന്താ ഇവിടെ നടക്കുന്നത്? എന്താണ് പ്രിയ? ഞങ്ങളുടെ ബദ്ധ ശത്രുക്കളുമായി കൈകോർത്ത് ഞങ്ങളെ തകർക്കാനുള്ള ശ്രമമാണല്ലേ? ഞങ്ങൾ കൈയും കോർക്കും, വേറെ പലതും കോർക്കും. ഇടയ്ക്ക് തുംകോ ക്യാ ഹേ? അരെ തുമ്നെ അകത്തേക്ക് കോൻ പറഞ്ഞയച്ചതാണ്? ഖബർ സിംഗ് बोलिए दीदी, बैक डोറിലൂടെ ബെഡ്റൂമിലേക്ക് നുഴഞ്ഞു കയറിയതാവും. मैं क्या करना है? ഞങ്ങൾക്കെതിരെ ഒരു ചതി നടക്കുന്നതാണ് ഞാൻ വെറുതെ ഇരിക്കുന്നു കരുതിയോ? ഒരിക്കലുമില്ല. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയുന്നവരെ ഞാൻ ഇവിടെ നനങ്ങില്ല. നിങ്ങൾക്ക് ബന്ധമില്ലാത്ത കാര്യത്തിൽ കാളും കൈയും ഇടണ്ട. തും യഹാ സെ ബാഹർ ജാവോ. जाओगी और തള്ളി ഓടിക്കണോ? जाओगी नहीं? അതല്ല. जाओ. വിട്. ദേവി എന്നോട് പൊറുക്കണേ അച്ഛാ. വെപ്രാളത്തിൽ വായി തോന്നിയത് എന്തൊക്കെയോ പറഞ്ഞു പോയി. എന്താ നീ കാണിക്കുന്നത്? ഒന്നും വേണ്ടെന്ന് പറഞ്ഞതല്ലേ? അങ്ങനെ പറയല്ലേ അച്ഛാ, എല്ലാം ഇപ്പൊ ശരിയാവും. അവര് സത്യം സമ്മതിക്കാൻ തുടങ്ങിയതായിരുന്നു. ഈ സമയത്ത് നശിപ്പിക്കല്ലേ അച്ഛാ. പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. ഒരു 2 മിനിറ്റ് കൂടി സമയം താച്ചാ. ശരി മേഘനെ, 2 മിനിറ്റ് മാത്രമേ തരൂ. എനിക്കത് മതി അച്ഛാ. അച്ഛൻ ഇവിടെ തന്നെ നിക്കണേ.